റെയിനി സീസണിൽ എൻ്റെ സൺഡേ ദിവസം ലൈഫ് സ്റ്റൈൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ കങ്കനാടിക്കാണ് പോകുന്നത്. ഞാൻ പെരുന്നാളിന് ഒരു ബുർക്ക ഇട്ടിട്ടുണ്ടായിരുന്നു, യെല്ലോ കളർ. ആ ഒരു ബുർക്ക എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചുണ്ടായിരുന്നു. ആ ഒരു പർദ്ദ എവിടെ നിന്നാണ് വാങ്ങിയത് എന്ന ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ കങ്കനാടി മാംഗ്ലൂർക്ക് പോകുന്നത്. ബുർക്ക കളക്ഷൻ മാംഗ്ലൂരിലാണ് കേട്ടോ നല്ലത് കിട്ടുന്നതെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ വാങ്ങുന്നത് ലാമോർ ബുർക്ക ഷോപ്പിലാണ്. പേഴ്സണലി ഞാൻ പറയുന്നെങ്കിൽ ഈ ഒരു ഷോപ്പിൽ എപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഓരോരോ പർദ്ദാസ് ഇവിടെ വരാറുണ്ടോ. ഈ ഒരു കളക്ഷൻ ഒക്കെ അടിപൊളിയല്ലേ. അത് മാത്രമല്ല കേട്ടോ, ഇവിടെ പാർട്ടി വിയർ, റെഗുലർ വിയർ ഒക്കെ ഉണ്ടോ. ഇത് എൻ്റെ ഉമ്മാണ് കേട്ടോ പർദ്ദ പർച്ചേസ് ചെയ്തത്. ഈ ഒരു പർദ്ദ ഞാനാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്തപ്പോഴാണ് എല്ലാവരുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇത് ബുർക്ക ആണോ അതോ ഡ്രസ്സാണോ ഗവണാണോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് അറേബിക്കിൻ്റെ പോലെ ലുക്ക് ആയിരിക്കണം, അവരെ പോലെ ഒരു ബുർക്ക ആയിട്ടിട്ട് നല്ല രസമായിരിക്കണം എന്നുള്ളത്. സോ ഇവർ കങ്കനാടിൽ ഞാൻ ബുർക്ക ഷോപ്പിൽ വിസിറ്റ് ചെയ്താൽ കൂടുതലായിട്ട് അറേബിക് മോഡൽ തന്നെയാണ് ബുർക്ക ഉണ്ടായത്. മംഗലാപുരത്തിൽ കൂടുതലായിട്ട് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ പർദ്ദ ആണ് യൂസ് ചെയ്യുന്നത്. എല്ലാ രീതിയിലുള്ള മോഡൽ ചെയ്താലും പുറത്തു പോകുമ്പോൾ ബുർക്ക നിർബന്ധമാണ്. സോ പേഴ്സണലി ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയ ബുർക്കാണ് കേട്ടോ യെല്ലോ കളർ. ബുർക്കൊക്കെ വാങ്ങിയിട്ട് നേരെ നമ്മൾ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലാണ്. ഉച്ചക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു ബുർക്കൻ്റെ സൈഡ് ഷോപ്പിൽ തന്നെ 100 റുപ്പീസ്ക്ക് കൈമ റൈസ് ബിരിയാണി കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ ഹാൻഡ് വാഷ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുമ്പോഴാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബിരിയാണി ഇല്ല എന്ന് പറഞ്ഞു. ഫൈനലി ഏതെങ്കിലും ഹോട്ടൽ വന്നില്ല, എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് സ്നാക്സ് ഒന്നും വേണ്ടാന്ന് തോന്നി. അങ്ങനെ നമ്മൾ 4 ആളും മാംഗോ ജ്യൂസ് ഓർഡർ ചെയ്തു. കുട്ടികൾക്കാണെങ്കിൽ മാംഗോ ജ്യൂസ് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. വിശർന്ന് മാംഗോ ജ്യൂസ് ആണെങ്കിൽ മാംഗോ ജ്യൂസ് എന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി നമ്മൾ മാംഗോ ജ്യൂസ് എന്ത് വന്നു ടേബിളിൻ്റെ മുകളിൽ. ചെറിയ മോൾക്ക് മൗത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അവന് കഴിക്കുന്നില്ല, വേണ്ട എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ ഇനി വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മാംഗോ ജ്യൂസ് ഉമ്മ കുടിച്ചത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഐസ്ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു മാംഗോ ജ്യൂസ്. അവിടെ കാറുണ്ടല്ലേട്ടാ. അതുവാ ഇതുവാ അതുവാ. കുട്ടികളെ പുറത്തു കൂട്ടി വരുന്നത് ഭയങ്കര റിസ്ക് ആണ്. പക്ഷെ അവരെ ഞാൻ കൂട്ടി വന്നില്ലെങ്കിൽ പിന്നെ ആര് കൂട്ടി വരും. അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കണമല്ലോ പുറത്തൊക്കെ കൂട്ടി വന്നിട്ട്. പിന്നെ വീക്കെൻഡിൽ 2 ടൈംസ് എങ്കിലും ഇങ്ങനെ പുറത്തു കൂട്ടി വരാം, ഇങ്ങനെ എന്തെങ്കിലും കറങ്ങിപ്പിക്കുക, അവരെ മൈൻഡും ഫ്രഷ് ആവുമെന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. കുട്ടികൾ എന്തെങ്കിലും കുർത്തക്കേട് കാണിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുട്ടികളെ ഉള്ളിലിട്ടിട്ട് അവർ എനി ടൈം നമ്മൾ മൊബൈൽ TV കാണിച്ചു കൊണ്ടേയിരിക്കും. അവർക്ക് പുറത്ത് വന്നിട്ട് എന്താണ് അവർ ചെയ്യുന്നത്, പുറത്ത് എന്താണ് സംഭവിക്കുന്നത് ഒന്നും കുട്ടികൾക്ക് ഇപ്പം മനസ്സിലാവില്ല. കുട്ടികൾ പുറത്ത് ആൾക്കാർ ബുദ്ധിമുട്ടുന്നതും അവരെ കഷ്ടപ്പാടുകളൊക്കെ കണ്ട് വളരണം. അപ്പോഴേ അവർക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലാവുമല്ലോ. എന്തായാലും ഒരു വീക്കെൻഡിൽ 2 ടൈംസ് എങ്കിലും കുട്ടികളൊന്ന് പുറത്ത് കൊണ്ടുപോവുക, പാർക്ക് ഇല്ലെങ്കിൽ ബീച്ച് എവിടെയെങ്കിലും ഇങ്ങനെ വിസിറ്റ് ചെയ്യിപ്പിച്ചാൽ അവരുടെ മൈൻഡും റീഫ്രഷ് ആവും. പിന്നെ അവർക്കും ഒരു മൈൻഡിൽ ഹാപ്പി ആവും. നമ്മൾ എന്നും കുട്ടികൾക്ക് ഓരോ രീതിയിൽ ഹാപ്പി ചെയ്തുകൊണ്ടേയിരുന്നാൽ അവരുടെ ഹെൽത്തിനും വളരെ നല്ലതാണ്. പിന്നെ സൺഡേ ദിവസം ആയതുകൊണ്ട് മംഗലാപുരം ഫുള്ള് ഇങ്ങനെ റഷ് ഉണ്ടാവും. മംഗലാപുരത്തിൽ ഈ ഒരു റഷിന് സന്ത എന്ന് പറയും. കാരണം എല്ലാം കുറച്ച് റേറ്റിൽ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് സെയിൽ ചെയ്യുന്നതാണ് മംഗലാപുരം സന്ത. പിന്നെ ഇവിടെ കാണുന്നുണ്ടല്ലോ ഡിയേഴ്സ്, ഇതൊരു ടൗൺ ഹാളാണ്. ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ടൗൺ ഹാളിലാണ് നടക്കുന്നത്. പിന്നെ ഇത് ക്ലോക്ക് ടവർ ഏരിയ എന്ന് പറയും. മാംഗ്ലൂർ മെയിൻ സിറ്റിയാണ്. സോ ഇപ്പം നേരെ നമ്മൾ പോകുന്നത് ഉല്ലാലാണ് കേട്ടോ. ഒരുപാട് കേരളീയൻസ് വരുന്ന പ്ലേസ് ആണ് ഉല്ലാൽ മെയിനായിട്ട് വരുന്നത് ദർഗാണ്. അപ്പോൾ ദർഗയിൽ വന്ന ശേഷം നേരെ അവർ വിസിറ്റ് ചെയ്യുന്നത് ബീച്ചിലാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ദിവസമായി ഇപ്പോൾ ദർഗയൊന്നും വരാതെ, അങ്ങനെ 2-3 മാസമായി തോന്നുന്നു. അങ്ങനെ ഇന്നൊരു ദിവസം ദർഗ പോയിട്ട് പ്രേ ചെയ്തിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യണം എന്നുള്ളതൊരു നിയത്ത് ചെയ്താൽ അത് ചെയ്തിരിക്കണം.
സോ അങ്ങനെയാണ് വീക്കെൻഡ് ദിവസം എന്താ ചെയ്യുക, ഈ ഒരു റെയിനി സീസണിൽ എവിടേക്കും പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഇന്ന് നേരെ പോകുന്നത് ദർഗാണ്. അങ്ങനെ നമ്മൾ ഉല്ലാൽ ദർഗ എത്തി. അവിടെ നിന്ന് മോൾക്ക് ഒരു സ്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. സോ അങ്ങനെ ഈ ഒരു സ്ലേറ്റ് വാങ്ങി. ഇതൊക്കെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടാറുണ്ടല്ലേ 100 റുപ്പീസിക്കെല്ലാം. ബട്ട് ഫാൻസി സ്റ്റോറിലെല്ലാം വാങ്ങുന്നെങ്കിൽ 180 റുപ്പീസെല്ലാം കൊടുക്കണം. സെയിം ആണ് കേട്ടോ, സെയിം ക്വാളിറ്റി ആണ്. ഇതിനൊന്നും ഡിഫറെൻ്റ് ഒന്നും എനിക്ക് കണ്ടില്ല. പക്ഷെ ഷോപ്പിൽ റേറ്റ് കൂടുതലാണ്. പിന്നെ റെയിന് നല്ലോണം മഴ വന്നുകൊണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മൾ ഫാൻസി സ്റ്റോറിൽ കയറിയത്. ഫാൻസി സ്റ്റോറിൽ കയറിയാൽ കുട്ടികളെ കളിപ്പാട്ട് കണ്ടാൽ മതി, കുട്ടികൾ ഓരോന്നായിട്ട് ഓർഡർ ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ നമ്മൾ കുറച്ച് മഴ നിന്നവിടാണ് മെല്ലെ ഇറങ്ങിയിട്ട് വന്നു. കുറച്ച് ഒരു വാക്കബിൾ വേ ആയിരുന്നു. ഒരു 10 മിനിറ്റ്സാണ് ഉല്ലാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന്, അതെ മാസ്തിഗുഡി എന്ന് പറയും, മാസ്തിഗുഡ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഉല്ലാൽ വരെ ഈ ഒരു ദർഗ വരെ വരണമെങ്കിൽ ഒരു 5 മിനിറ്റ്സ് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ. അയ്യോ പൊട്ടിക്കണ്ട, ഇനി ദർഗത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് ദുവാ യാസീനൊക്കെ ഓതിയിട്ട് പെട്ടെന്ന് നമ്മൾ ബീച്ച് പോവാമെന്ന് വിചാരിച്ചു. മഴക്കാലത്തിൽ ബീച്ച് ഓപ്പൺ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ വരുന്ന സമയത്താണ് കേട്ടോ ഇവർ നേരല എന്താ ഇതിന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു സീഡ്സ് നമ്മൾ കുത്തി കഷായം വെച്ച് കുടിച്ചാലുണ്ടല്ലോ ഷുഗർ പെട്ടെന്നാണ് കൺട്രോൾ ആവുന്നത്. അങ്ങനെ നമ്മൾ ബീച്ചിലൊക്കെ വരുമ്പോഴാണ് നല്ലോണം കാറ്റുണ്ടായിരുന്നു. സോ എനിക്കാണെങ്കിൽ ഇവർ കുട്ടികളെ കൂട്ടിയിട്ടൊക്കെ ബീച്ച് വരുന്നത് പറഞ്ഞാൽ അത് മഴക്കാലത്ത് ഭയങ്കര പേടിയാണ്. ഉമ്മാണെങ്കിൽ ഒരു തവണ കുട്ടികൾക്ക് കാണട്ടെ എന്ന് ആഗ്രഹിച്ചു വന്നതാണ്. അന്ന് ഞാൻ ബീച്ചിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കാല് വയ്ക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അത്രയ്ക്ക് റഷായിരുന്നു. പക്ഷെ മഴക്കാരായതുകൊണ്ട് ഒരു 50 പേരുണ്ടാവും അത്രന്നെ. പക്ഷെ റോഡ് സൈഡ് ആ ഒരു ബീച്ച് സൈഡിലൊക്കെ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മഴക്കാലത്തിൽ ആരും ബീച്ചിൽ വരല്ലേ, സോ മച്ച് ഡേഞ്ചറാണ് കേട്ടോ. ബീച്ചിൻ്റെ സൈഡ് ഞാൻ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു പേടിയാണ്. ആ ഒരു കാറ്റിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, അവിടെ കൊക്കനട്ട് ട്രീസൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാറ്റിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എന്തോ മനസ്സിന് പേടി. ഉല്ലാൽ ദർഗ വരുന്നവർക്ക് റിക്വസ്റ്റ് ആണ്, ആരും റെയിനി സീസണിൽ ഈ ഒരു ബീച്ചിലേക്ക് വരണ്ട. കൂടുതലായിട്ട് കേരളക്കാരാണ് കേട്ടോ ഇവിടെ കോളേജ് സ്റ്റുഡൻറ്റ് PGയിലുള്ള ആൾക്കാരൊക്കെ വീക്കെൻഡ് ദർഗ ആൻഡ് ഈ ഒരു ബീച്ചിലൊക്കെ വിസിറ്റ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് ആൾക്കാർ ബസ്സിൽ കാണാറുണ്ട്. പക്ഷെ മഴക്കാലത്തിൽ ആരും ഈ ഒരു ബീച്ചിലേക്ക് വിസിറ്റ് ചെയ്യണ്ട. സോ മച്ച് ഡേഞ്ചർ ഉള്ള പ്ലേസ് ആണ് കേട്ടോ ഈ ഒരു ഉല്ലാൽ ദർഗ എന്ന് പറയുന്നത്. ഒട്ടും സേഫ് ഇല്ലാത്ത പ്ലേസ് ആണ്. സോ കെയർഫുൾ ആയിരിക്കുക എല്ലാവരും. എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നി, മഴ വന്നുകൊണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചർമുരി ഓർഡർ ചെയ്തു. ഉമ്മാക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു, ചഹാ മതിയെന്ന്. പിന്നെ അവർ സോഡ സർബത്തുണ്ടായിരുന്നു, മീൻസ് ഇവിടെ ഗോലി സോഡ ആണ് ഫേമസ്. അവർ ഗോലി സോഡ കഴിച്ചു. പിന്നെ മോണാണെങ്കിൽ പൊട്ടാറ്റോൻ്റെ അവർ ഫ്രൈസ് പറഞ്ഞു. അപ്പോൾ അവനക്ക് അത് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഇവിടെ ഒരു 30 മിനിറ്റ്സ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ ഫുഡൊക്കെ സാവകാശം കഴിച്ചിട്ട് പിന്നെ ബസ്സിൽ പോവാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു പ്ലേസിൽ നിന്ന് നമ്മൾ വീട്ടിൽ വരെ പോകുന്നെങ്കിൽ ഒരു 45 to 1 hour ട്രാവൽ ഉണ്ട്. 2 ബസ് ചേഞ്ച് ചെയ്ത് പോകണം. സോ ഇപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഉല്ലാൽ ടു മാംഗ്ലൂർ ടു നമ്മളെ വീട്ടിലേക്കാണ്. സോ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.